ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മളൊരു നോർമൽ ഡേ ആണ് ഷൂട്ടാക്കുന്നത്. സോ ഇതിൽ കുറച്ച് അപ്ഡേറ്റ്സും കൂടെ നമ്മൾ പറയുന്നുണ്ട്. സോ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കണം. ഒരു ബിഗ് അപ്ഡേറ്റും അതേപോലെ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. സോ രാവിലെ തന്നെ അമ്മ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ചായ ഞാൻ കുടിക്കാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. അത് കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി കരന്ന് നീക്കാൻ നല്ല നേരം വൈകിയിട്ടുണ്ട്. ഒരു 11 മണി ആ സമയമൊക്കെ ആയപ്പോഴാണ് ഞാൻ നീച്ചിട്ടുണ്ടായിരുന്നത്. കാരണം 2-3 ദിവസമായിട്ട് ഇപ്പോൾ പനി ആയതുകൊണ്ട് തന്നെ പനി പിടിച്ച് സൗണ്ടൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല. ഇപ്പോൾ രാവിലെ ഒന്നും തീരെ വയ്യായിരുന്നു. അപ്പോൾ ഇന്നുണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും അതുപോലെ തന്നെ ചിക്കൻ കറിയും പിന്നെ ഒരു എന്തോ വെജിറ്റബിൾ എന്തോ ആയിരുന്നു. ഞാൻ ചിക്കൻ കറിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉള്ളത് ഞാൻ ഉച്ചയ്ക്കുള്ളതാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. കാരണം എനിക്ക് ഓവർ വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടില്ലെന്ന്. സാധാരണ ഞാൻ എല്ലാ വീഡിയോസിലും നോർമൽ തിങ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഞാനതൊക്കെ മാറ്റാൻ പോവുകയാണ്. അതാണ് നമ്മളൊരു ബിഗ് അപ്ഡേറ്റ് ഉണ്ടെന്ന് ഞാൻ വഴിയൊക്കെ പറയാം. പിന്നെ ഞാൻ ഉച്ചയ്ക്കുള്ളതാണ് എടുത്തിട്ടുള്ളത്. കാരണം കൂടുതലൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. സാധാരണ ഞാൻ എടുക്കുന്ന വീഡിയോസിൽ മൊത്തം ഓവർ ഞാൻ ഇൻക്ലൂഡ് ആക്കാത്ത വീഡിയോസാണ് ഉള്ളത്. അതായത് മോർ പ്രൊഡക്റ്റീവായിട്ടുള്ളൊന്നും ഞാൻ ഓവർലി ഇൻക്ലൂഡ് ആക്കണില്ല എനിക്ക് തോന്നുന്നുണ്ട്. കാരണം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെ എടുക്കണം എന്ന് എനിക്കറിയില്ല. പക്ഷേ ചെയ്യുന്ന സിംപ്ലി തിങ്സ് മാത്രമാണ് ഞാൻ ഓരോന്നിലും എടുക്കുന്നത്. സോ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സാധാരണ നോർമൽ തിങ്സ് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത്. സോ ഇത് കണ്ടിട്ട് ആർക്കും പ്രത്യേകിച്ച് വലിയ ഉപകാരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ടൈം വേസ്റ്റ് ആവുകയെന്നല്ലാതെ. സോ ഞാൻ ഇനി മുതൽ ഇടാൻ പോകുന്ന വീഡിയോസൊക്കെ മോർ പ്രൊഡക്റ്റീവായിട്ടുള്ളതും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഇടാൻ പോകുന്നത്. അതായത് ഡെയിലി 1 ഷോർട്സ് വീതം, അതുപോലെ തന്നെ വീക്ക്ലി 1 ലോങ് വീഡിയോ. ഇതാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യണം എന്നാണ്. പിന്നെന്താ ബാക്കിയുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഞാനിതാ വൈകുന്നേരം ആയപ്പോൾ ഉള്ളതാണ് കേട്ടോ ഇതൊക്കെ അടിച്ചോരി. അതിനുശേഷം കുറച്ച് പാത്രം കഴുകിക്കാണ്ടായിരുന്നു. ഞാൻ ചായ കുടിച്ച കുറച്ച് പാത്രങ്ങളായിരുന്നു. ഇവിടെ 4 മണിയാകുമ്പോൾ ഒരു ചായ കൂടി പതിവാണ്. അപ്പോൾ അതിൻ്റെ പാത്രങ്ങളും ഗ്ലാസ്സും ഒക്കെ ആയിരുന്നു കഴുകാണ്ടിരുന്നത്. അതൊക്കെ കഴുകിയെടുത്ത് വെച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ അല്ലറ ചില്ലറ പരിപാടികൾ ചെയ്യുന്നുണ്ട്. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിപ്പോൾ കിച്ചൺ പുതിയതായിട്ട് ഫുള്ള് ടൈലൊക്കെ ചെയ്തതാണ്. അതുകൊണ്ട് അവിടെയുള്ള സ്റ്റാൻഡൊക്കെ മാറ്റിയിട്ട് തൽക്കാലത്തിന് ആ സൈഡിലായിട്ടൊക്കെ കൂടെ മാറ്റി വെച്ചതാട്ടോ. സ്കൈ നോക്കുക, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം എടുത്ത വീഡിയോസാണ് ഒക്കെ. സൗണ്ട് ഇടയ്ക്കൊന്ന് പണി പറ്റിക്കുന്നുണ്ട്. സോ പിന്നെ ഇതൊക്കെ എൻ്റെ അനിയൻ എടുത്ത വ്ളോഗ്സാണ്. ഓന് കടയിൽ പോകുന്നുണ്ടായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ വീഡിയോ എടുത്തോട്ടാന്ന് പറഞ്ഞിട്ട് ഓന് ചേച്ചെടുക്കുന്നതിന് പകരം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നത്. കാരണം ഓനോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, ഇൻ്റർനെറ്റാണ്. അങ്ങനെ ഓനിതാ പുറത്ത് പോയി സാധനങ്ങളൊക്കെ മേടിച്ച് എന്തോ ചിക്കൻ മസാല മേടിക്കാൻ വേണ്ടി അമ്മ പറഞ്ഞയച്ചതായിരുന്നു. അങ്ങനെ ഓന് സ്നിക്കേഴ്സൊക്കെ ഒറ്റയ്ക്ക് മേടിച്ചതെന്ന് എനിക്ക് തരാതെ. അതിനുശേഷമാണ് ഞാൻ പ്ലാൻ ചെയ്യാനിരുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും യൂട്യൂബിൽ ഇനി ഇങ്ങനത്തെ വീഡിയോസ് ഇട്ടിട്ട് കാര്യമില്ല. സോ എനിക്കതൊന്ന് ചേഞ്ച് ആക്കണം തോന്നി. കാരണം ജസ്റ്റ് നോർമൽ തിങ്സ് കാണിക്കാതെ, നോർമൽ തിങ്സ് ഉണ്ടായിരിക്കും, അതായത് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളും ഡെയിലി റൊട്ടീൻസൊക്കെ ഉണ്ടാവും. പക്ഷേ അതിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക, പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കിപ്പോൾ ഓവർ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റില്ല. കാരണം തൊണ്ട വേദന ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുമ്മാൻ വരികയാണ്. സോ ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഞാൻ വീണ്ടും റീസെറ്റ് ചെയ്തിട്ട് പിന്നെയും വോയിസ് ഓവർ കൊടുത്താണ്ടിരിക്കുകയാണ്. സോ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ പ്ലാനറൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൽ പല കാര്യങ്ങളും പിന്നെ തുറന്നു നോക്കിയിട്ടേ ഇല്ല. ഞാൻ മെയ്യാവുമ്പോൾ ചെയ്ത് വെച്ചിട്ടാണ് തോന്നുന്നു. അതെ, മെയ്യാവുമ്പോൾ ഞാൻ തുടങ്ങി വെച്ച വീക്ക്ലി പ്ലാനറൊക്കെയാണ്. പക്ഷെ ഞാനൊന്നും ആദ്യത്തെ 2-3 ദിവസം പ്രൊഡക്റ്റീവ് ആയിരുന്നു. പക്ഷെ പിന്നെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. സോ ഞാൻ ഇനി മുതൽ എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നതിൽ. അതായത് വീക്ക്ലി 1 ലോങ് വീഡിയോ പിന്നെ ഡെയിലി ഷോർട്സുമാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ എന്തൊക്കെ കണ്ടൻറ്റ് ഉൾപ്പെടുത്തണമെന്ന് ഞാൻ നോക്കിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ്സ് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാം. ദെൻ ദ ബിഗ് അപ്ഡേറ്റ് വാസ്, ഞാൻ ചാനലിൻ്റെ നെയിം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കോസി ഡേ ഡയറീസ് എന്നുള്ളത് സിമ്പിൾ ഡേ ഡയറീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോസി ഡേ ഡയറീസ് ഈ ചാനലിനോട് എനിക്ക് അത്ര മാച്ചായി തോന്നിയിട്ടില്ല.
കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ കോസി ആയിട്ടുള്ളതെല്ലാം ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഫുൾ റിയൽ തിങ്സും അതുപോലെ തന്നെ നോർമലായിട്ടുള്ള കാര്യങ്ങളും അതാണ് ഇതുവരെ ഞാൻ ഷൂട്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതൊരു കോസി വൈബിലോട്ട് പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ കോസി വൈബ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കാമായിട്ട് പീസ്ഫുൾ അങ്ങനത്തെ ഒക്കെ ഒരു രീതിക്ക് ഇരിക്കുന്നതല്ലേ. ബട്ട് ഇത് ഞാനൊരു ഓവർ കോസി ആയിട്ട് ഇതിലെടുത്ത പോലെ എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ പേര് മാറ്റിയ സിമ്പിൾ ഡേ ഡയറീസ് എന്ന് ആക്കിയിട്ടുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പറയാൻ വേണ്ടിയിട്ട്, ബട്ട് ഞാൻ മറന്നു പോവുകയാണൊക്കെ. ഞാൻ ബുക്ക് എടുത്ത് നോക്കാം. ദെൻ ഞാൻ എന്താ പറയുക, ഓരോ ടൈപ്പ് വീഡിയോസ് ഞാൻ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്തായാലും ഈ ജൂൺ തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. അതായത് നമ്മളിപ്പോൾ സ്കൂൾ തുറക്കാനായി, ഞാൻ പിന്നെ 10th സ്റ്റാൻഡേർഡും കൂടെ ആണല്ലോ. സോ അങ്ങനത്തെ ഓരോ പ്രിപ്പറേഷൻസും, സ്കൂളിലേക്ക് പോകുന്ന റീ ഓപ്പണിംഗ് പ്രിപ്പ്, മിനി സ്റ്റേഷനറി ഹാൾ, അങ്ങനെ തോനെ വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാതെയും പല പല വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്തായാലും ജൂൺ ആവുന്നതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നലെ വോയിസ് ഓവർ കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും കൊടുത്ത വോയിസൊക്കെ ഞാൻ ഇന്നലെ രാത്രി കൊടുത്തതായിരുന്നു. അതായത് ഞാൻ സൺഡേ എടുത്ത വ്ളോഗാണിത്. സൺഡേന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൊണ്ടവേദനയൊക്കെ ആയതുകൊണ്ട് തന്നെ ഓവർ സൗണ്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ ട്യൂഷൻ പോവാതിരിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് ഫ്രഷൊക്കെ ആയി വന്നു. ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനും ടൈമുണ്ട്. ഇതാകുമ്പോൾ രാവിലെ ആരും നീച്ചിട്ടുണ്ട്, പക്ഷേ ഓവർ സൗണ്ട് ഉണ്ടാവില്ല. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇന്നലെ അടുത്തതിൽ ചില സൗണ്ട്സൊക്കെ വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ടിവിയുടെ സൗണ്ടൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇനി മുതലുള്ള വീഡിയോസിൽ എന്തായാലും യൂസ്ഫുൾ കണ്ടൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അതേപോലെ തന്നെ ഞാൻ ആ ബിഗ് അപ്ഡേറ്റ് ഈ ലോങ് വീഡിയോയിൽ തന്നെ പോസ്റ്റ് ആക്കുകയാണ് കേട്ടോ. ഇനി സെപ്പറേറ്റ് വീഡിയോ ഇടണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ കുറച്ചും കൂടെ കാര്യമൊക്കെ പറയാനുണ്ട്. അപ്പോൾ ഈ വലിയ ലോങ് വീഡിയോ ഇടണോ ഇടണ്ടേന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ഫേസ് റിവീൽ ചെയ്തിട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്കത് ഏത് വീഡിയോയിലാണ് ഞാൻ ഈ അപ്ഡേറ്റ്സൊക്കെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതാണിപ്പോൾ പ്രശ്നം. തൽക്കാലം നമുക്കിത് ഒരു ചെറിയൊരു അപ്ഡേറ്റ് ആണല്ലോ. വലിയ അപ്ഡേറ്റ് ഒന്നും അല്ലെങ്കിലും ചെറിയൊരു അപ്ഡേറ്റ് അല്ലേ. സോ നമുക്കത് ഈ വീഡിയോയിലൂടെ തന്നെ ഷെയർ ആക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ നമുക്കിതിൽ കൂടെ തന്നെ ഷെയർ ആക്കാം. അങ്ങനെ സോ ഞാൻ ചേഞ്ച് ആക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അതായത് ചാനലിൻ്റെ നെയിം മാറ്റി ഇനി മുതൽ ഈ ചാനലിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുമാണ് ഞാൻ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് തരാം. അതായത് നമ്മുടെ ചാനലിൻ്റെ നെയിം മാറ്റിയിട്ടുണ്ട്. ദെൻ നമ്മൾ ഇനി മുതലിടാൻ ഉദ്ദേശിക്കുന്ന വ്ളോഗ്സിലെല്ലാം എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള തിങ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതേ ഉണ്ടാവുള്ളൂ. അതായത് സ്റ്റഡി വ്ളോഗ്സ് ആയിട്ട്, അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി കുറച്ച് കൂടുതലായിട്ടൊക്കെ ഉള്ള ടൈപ്സ്. ഇതിനൊക്കെ ഉദ്ദേശിക്കുന്നത് എങ്ങനെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയണില്ല. ദെൻ അങ്ങനെയൊക്കെ എന്തായാലും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ഇൻക്ലൂഡ് ആക്കാൻ നോക്കാം. അതുപോലെ തന്നെ 10th സ്റ്റാൻഡേർഡിൻ്റെ ഒരു വിഷൻ ബോർഡ് എനിക്ക് മേക്ക് ചെയ്യണമെന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. നമുക്ക് ഈ വെക്കേഷൻ മാത്രമേ ഇപ്പോൾ ഫ്രീ ആയിട്ട് ഉണ്ടാവുള്ളൂ. ട്യൂഷൻ ഉണ്ടെങ്കിൽ പോലും വെക്കേഷനാണ് കുറച്ച് ഫ്രീ ആയിട്ടുണ്ടാവുക. സ്കൂൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഓട്ടപ്പാച്ചിലാവും. കാരണം 7 മണിക്കോ 7:30 ഒരു ട്യൂഷൻ തുടങ്ങും, ഈവനിങ് ക്ലാസ് അങ്ങനെയൊക്കെ ഉണ്ടാവും. സോ മസ്റ്റായിട്ടും നെക്സ്റ്റ് വരുന്ന വ്ളോഗ്സൊക്കെ മിസ് ചെയ്യാതെ നിങ്ങൾ കാണണം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കൂടെ കൂടാൻ മറക്കണ്ട. സോ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.